തലേ ദിവസം കുറച്ച് നേരത്തെയാണ് കിടന്നത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാനങ്ങ് പള്ളിയിലേക്ക് പോയി. അതുമാത്രമല്ല, വെക്കേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് കേട്ടോ. രാത്രി നേരത്തെ കിടന്നു പറഞ്ഞ കാരണം കണ്ണിൻ്റെ വേദന കൂടിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ പപ്പയും മക്കളുമാണ് കിച്ചണൊക്കെ ഇന്നലെ രാത്രി ഒതുക്കിയത്. അത്യാവശ്യം നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. പള്ളിയിൽ പോയി വന്ന വഴി കുറച്ച് പച്ചക്കറിയും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. തലേ ദിവസം കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചട്ടിയൊക്കെ അങ്ങോട്ട് ഒഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്താ കറിയെല്ലാം ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. പക്ഷേ ഇറച്ചിക്കറി ചൂടാക്കി മാറ്റിയപ്പോഴേക്കുമാണ് പണി കിട്ടിയത്. ഞാൻ കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയത്. ആ തൊട്ട അങ്ങനെ തന്നെ കമന്ന് വീഴും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കഴുകാനുള്ളതെല്ലാം ഞാൻ ഒരു വശത്തേക്ക് ആക്കി സിങ്കിലേക്ക് ഇട്ടു. തുടയ്ക്കാനുള്ളതെല്ലാം തുടച്ചു. കുറച്ച് കറിയൊക്കെ അവിടെ തെറിച്ച് വീണായിരുന്നേ. അതൊക്കെ ഒന്ന് ചടപടേന്ന് പറഞ്ഞങ്ങ് തുടച്ചിട്ട് ഞാൻ എന്താ കഴുകാനുള്ളതെല്ലാം സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പുട്ടിന് പൊടി നനയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നത് ഞാൻ കണ്ടത്. ചടിയെന്ന് പറഞ്ഞ് മോട്ടർ അങ്ങ് ഓഫ് ചെയ്തു. പുട്ടിനുള്ള പൊടി നനയ്ക്കാം, പുട്ടിൻ്റെ പൊടി പൊട്ടിച്ചിടാൻ ഓർത്ത് ടിന്നെടുത്തപ്പോഴാടാ ഞാൻ കാണുന്നത് പുട്ടിൻ്റെ പൊടി ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. വെറുതെ ആയിരുന്നു ഞാൻ മേടിച്ചത്. എന്തോ ഒരു മറവിയാണെന്നോ ഇപ്പോൾ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേനും. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ തലേ ദിവസം തന്നെ പുട്ട് വേണ്ട, ഞങ്ങൾക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുട്ടിൻ്റെ പൊടി അധികം അങ്ങ് നനച്ചില്ല. പിള്ളേർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പൊടി നനച്ചവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ സിങ്കിലേക്ക് കുറച്ച് പാത്രങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് കഴുകി വെച്ചു. സ്പീഡിൽ പറയുമ്പോൾ നാക്കുടക്കുന്നതാണ് കേട്ടോ, അങ്ങ് ക്ഷമിക്കുക. പിന്നെ ഇതാ മുട്ടയൊക്കെ പുഴുങ്ങാനുള്ളത് എടുത്തു വെച്ചു. പച്ചക്കറി മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് തട്ടാം. ഇരുന്നിട്ട് എഴുന്നേക്കാൻ ഭയങ്കര പാടാണെന്നേ. തട്ടിയും മുട്ടിയും പിടിച്ചൊക്കെയാണ് ഞാൻ അങ്ങ് എഴുന്നേൽക്കുന്നത്. പാല് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതങ്ങ് പുറത്തെടുത്തു. കൈയോടെ തന്നെ പാലൊക്കെ കാച്ചണം. അപ്പോൾ ഇതാ മുട്ട പുഴുങ്ങാൻ വേണ്ടി ഈ പുട്ട് വെക്കുന്ന കുക്കറിൽ കൂടി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ട് വെവുന്ന കൂട്ടത്തിൽ മുട്ട അങ്ങ് സെറ്റായിക്കോളുമല്ലോ. അപ്പോൾ ആ നേരമായപ്പോഴത്തേനും ജോക്കുട്ടൻ അടുക്കളയിലെ തട്ടും മുട്ടും കേട്ടൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വെക്കേഷന് മാത്രമുള്ളൊരു കലാപരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും പണികളൊക്കെ ആയപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു ചായ കുടിക്കാം. പാൽ ചായ തന്നെ ആയിക്കോട്ടെ. ജോക്കുട്ടനെ ബൂസ്റ്റിട്ടൊരു ഗ്ലാസ് പാലും എനിക്ക് പാൽ ചായയും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ഇഡ്ഡലി ചൂടാക്കണമല്ലോ. പയ്യെ ഒന്ന് വെള്ളം തളിച്ചിട്ട് ഞാൻ എന്താ ഇഡ്ഡലി എല്ലാം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തളിച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പുട്ടൊക്കെ ഉണ്ടാക്കിയത് കുത്തി അങ്ങ് ഇടുകയാണ്. പുട്ടിപ്പോൾ എനിക്ക് ഏട്ടനും അപ്പുറത്തേക്ക് മാത്രം മതിയല്ലോ, പിള്ളേർക്ക് ഇഡ്ഡലി മതിയത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പുട്ട്, ഇഡ്ഡലി, ഇറച്ചിക്കറി, സാമ്പാർ എല്ലാം ആയിട്ടുണ്ട്. ഒരു ചായ ഞാനങ്ങ് കുടിക്കട്ടെ.